നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. ഇതാ പരമജഡിലശ്രീ കെ സുരേന്ദ്രൻജി തർജ്ജമ യജ്ഞവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. പണ്ട് ഒരു ഹിന്ദി തർജ്ജമയോടെ ഈ പണി ടിയാൻ നിർത്തി എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇതാ തോറ്റുകൊടുക്കാനില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പരമപൂജ്യനായ സുരേന്ദ്രൻജി തർജ്ജമ ചെയ്ത് നൽകുകയാണ്. ഇത്തവണ ഒരു വ്യത്യസ്തതയുണ്ട്. ഹിന്ദിക്ക് മറുഹിന്ദി പറയാനല്ല, മറിച്ച് കന്നഡയ്ക്ക് മറുകന്നഡ പറയാനാണ് സുരേന്ദ്രൻജി എത്തിയിരിക്കുന്നത്. കർണാടകത്തിൽ നിന്നെത്തിയ മറ്റൊരു ജഡിലശ്രീ നേതാവിൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനുള്ള യോഗം സുരേന്ദ്രൻജിക്കാണ് ലഭിച്ചത്. അമേരിക്കൻ ജനത തെറ്റ് ചെയ്യുന്നത് അമേരിക്കയിൽ മോദിക്ക് അനുകൂലമായിട്ടുള്ള കരഘോഷം നടക്കുമ്പോൾ കേരളത്തിൽ എന്താണ് കാണുന്നത്? ಮೋದಿಯ ಹೆಸರು ಕೇಳಿದಾಗ ಮನಸ್ಸಿದೆ. ಮೋದಿಯ ಹೆಸರು ಅಮೆರಿಕದಲ್ಲಿ ಕೇಳಿದಾಗ, ಟ್ರಂಪ್ ಹೇಳಿದಾಗ ಅಮೆರಿಕದ ಜನ ಚಪ್ಪಾಳೆ ತಟ್ಟಿದ್ರು. ಕೇರಳದ ಈ ರಾಜ್ಯ ಕಾರ್ಯಕಾರಿಣಿಯಲ್ಲಿ ಮೋದಿಯ ಹೆಸರು ಕೇಳಿದಾಗ ನೀವು ನಿದ್ದೆ ಮಾಡ್ತಾ ಇದ್ದೀರಲ್ಲ ಅಂತ ಕೇಳಿ. അമേരിക്കയിൽ ട്രംപ് നരേന്ദ്രമോദിയുടെ പേര് പറയുമ്പോൾ ജനം കൈയടിക്കുമ്പോൾ ഈ കേരളത്തിൽ എന്താണ് മോദിയുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ഉറക്കം നടിക്കുന്നത്? കൈയടിക്കാത്തതുകൊണ്ടാണ്. മോദിക്ക് കൈയടിക്കാതിരിക്കാൻ മലയാളിക്ക് ബുദ്ധിയില്ലേ എന്നാണ് ഈ കന്നഡ സിംഗം ചോദിക്കുന്നത്. മലയാളികളെ കുറിച്ച് ആശാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുപോട്ടെ, തർജ്ജമ എന്ന് കേട്ടാൽ തന്നെ ഞാൻ റെഡി എന്നും പറഞ്ഞ് ചാടിക്കേറുകയാണ് സുരേന്ദ്രൻജിയുടെ പരിപാടി. അത് അറിഞ്ഞിട്ടാണോ? അല്ല. ഈ കന്നഡ സിംഹത്തിൻ്റെ മുന്നിലും സുരേന്ദ്രൻജിക്ക് സാധനം കൈവിട്ടുപോയി. ಲ್ಯಾಂಡ್ ಲೈನ್ ಇದ್ದವ ಶ್ರೀಮಂತ ಅಂತ ಜನ ವರ್ಣನೆ ಮಾಡ್ತಿದ್ರು. ಲ್ಯಾಂಡ್ ಲೈನ್ ಫೋನ್ ಇದ್ದವ ಶ್ರೀಮಂತ, ಲ್ಯಾಂಡ್ ಲೈನ್ ಫೋನ್ ಇದ್ದವ ಶ್ರೀಮಂತ. ലാൻഡ് ഫോൺ ഉള്ളവർ വലിയ പണക്കാരായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇനി ഈ കന്നഡ സിംഗത്തിന്റെ വക ഒരു ഗംഭീര കണ്ടുപിടുത്തമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആരും നമ്മളെ പഠിപ്പിക്കാൻ വന്നില്ലല്ലോ. അതുപോലെ ഡിജിറ്റൽ ട്രാൻസാക്ഷനും പഠിച്ചൂടെ എന്നാണ് ഈ വിദ്വാൻ ചോദിക്കുന്നത്. 122 ಕೋಟಿ ಜನರಲ್ಲಿ 42 ಕೋಟಿ ಜನ ವಾಟ್ಸಪ್ ಅಲ್ಲಿ ಇದ್ದಾರೆ. 125 കോടി ജനങ്ങളിൽ ഇന്ന് 45 കോടി ജനങ്ങൾ വാട്സപ്പിൽ ഉള്ളവരാണ്. 34 ಕೋಟಿ ಜನ ಫೇಸ್ಬುಕ್ ಅಲ್ಲಿ ಇದ್ದಾರೆ. 34 കോടി ജനങ്ങൾ ഫേസ്ബുക്കിൽ ഉള്ളവരാണ്. ಚಕ್ರವಾಣಿ ತನ್ನ ವಾಕ್ಯ. ವಾಟ್ಸಪ್ ಯೂಸ್ ಮಾಡುವುದಕ್ಕೆ ಯಾವುದೇ ಕಂಪನಿ ಟ್ರೈನಿಂಗ್ ಕೊಟ್ಟಿಲ್ಲ. വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് ഇവിടെ ആരും ഒരു കമ്പനിയും ഒരു പരിശീലനം നൽകിയിട്ടില്ല. ಚಕ್ರವಾಣಿ ತನ್ನ ವಾಕ್ಯ. ಫೇಸ್ಬುಕ್ ಅಲ್ಲಿ ಬರೀಲಿಕ್ಕೆ ಯಾವ ಕಂಪನಿಯು ತರಬೇತಿ ಮಾಡಲಿಲ್ಲ. ഫേസ്ബുക്കിൽ ഉപയോഗിക്കുന്നതിന് ഇവിടെ ഒരു കമ്പനിയും പരിശീലനം നൽകിയിട്ടില്ല. ಈ ದೇಶದ ಜನ ಬುದ್ಧಿವಂತರಿದ್ದಾರೆ. ಇವತ್ತು ನಮ್ಮ ದೇಶದ ಜನ 50% ATM ಕಾರ್ಡ್ಗಳ ಬಳಕೆಯನ್ನ ಮಾಡುವುದಕ್ಕೆ ನವೆಂಬರ್ 8 ರಿಂದ ಪ್ರಾರಂಭ ಮಾಡಿದ್ದಾರೆ. ഈ രാജ്യത്ത് ATM ಕಾರ್ಡ್ ಬಳಕೆ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഈ രാജ്യത്ത് നവംബർ 8 ശേഷം 50% ആളുകൾ ATM കാർഡുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കന്നഡ സിംഗത്തിന്റെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ സുരേന്ദ്രൻജിക്കും കൂട്ടർക്കും ഭയങ്കര അതിശയമായിരുന്നു എന്ന് തോന്നുന്നു. തർജ്ജമ തമാശ തൽക്കാലം ഇവിടെ മതിയാക്കാം. ഇനി കാര്യത്തിലേക്ക് വരാം. ചെഗുവേര ഉണ്ടാക്കിയ പ്രത്യയശാസ്ത്ര പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നറിയാൻ കോട്ടയത്ത് 2 ദിവസമായി BJP ഗംഭീര യോഗം ചേരലായിരുന്നു. അവസാനം ചേയുടെ ആരാധകനായ CKPയെ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മാത്രം മതിയെന്ന് യോഗം തീരുമാനിച്ചു. CKPയും AN രാധാകൃഷ്ണനും തമ്മിലുള്ള പ്രശ്നമെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി പോലും. ഇനി എല്ലാവരും ഒന്നാണ് പോലും. നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടി ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ കേട്ടോ, ഇവിടെ എല്ലാ ചോദ്യവും സ്റ്റേറ്റ് പ്രസിഡന്റിനോട് മാത്രമേ ചോദിക്കാവൂ. അദ്ദേഹമാണ് ആശയ വ്യക്തത വരുത്തുമെന്നാണ് കുമ്മനം രാവിലെ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ചർച്ച തുടരുകയാണ്. നിരവധി വിഷയങ്ങളുണ്ടല്ലോ, നിരവധി വിഷയങ്ങളുണ്ട്. നാളെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്, നാളെ കഴിഞ്ഞ് സ്റ്റേറ്റ് കൗൺസിലുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ കുമ്മനംജിയും സംഘവും ഇതുവരെ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വായ മൂടിക്കെട്ടിയൊക്കെ നടക്കേണ്ടി വരുന്നത്. കണ്ണൂരിൽ നടക്കുന്ന കലോത്സവത്തിന്റെ പ്രധാന സംഘാടകൻ നമ്മുടെ കടന്നപ്പള്ളി മന്ത്രിയാണ്. വേദിയിലും സദസ്സിലും അരങ്ങിലും അടുക്കളയിലുമൊക്കെയായി കടന്നപ്പള്ളി കൈവയ്ക്കാത്ത മേഖലകളില്ല. എല്ലായിടത്തും കയറിച്ചെന്ന്
കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് നടത്തും. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, കലോത്സവ മൈക്ക് കണ്ടാൽ അപ്പോൾ കടന്നപ്പള്ളി പഴയ കലാകാരനാകും. കാണാം കടന്നപ്പള്ളിയുടെ കഠിന അല്ല ലളിത ഗാനം. ഇനി ചാണ്ടി സാറിൻ്റെ ദില്ലി പര്യടനത്തിലേക്കാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ കുറ്റം പറയാനായാണ് ഇന്നലെ ദില്ലിയിൽ ചെന്നത്. രാഹുൽ ഗാന്ധിയെ കണ്ട് സന്താപമെല്ലാം മുഖതാവിൽ കേൾപ്പിച്ചു. രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അത്രേ. എന്തായാലും ആശാൻ ഇപ്പോൾ ഹാപ്പിയാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. അതിൻ്റെ ഞാൻ ആ കാര്യത്തിൽ ആ ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തനുമാണ്. പ്രശ്നം ഉണ്ടെങ്കിലല്ലേ പരിഹരിക്കുന്നത്. എന്നെ വിളിച്ചു, ഞാനിവിടെ വന്നു, ചർച്ച ചെയ്തു, ഇതേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് കാര്യങ്ങൾ ഉണർത്തിച്ചപ്പോൾ എന്തോ ഒരു പോംവഴി ടിയാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്രേ. അതുകൊണ്ട് സംസ്ഥാനത്തെ ശത്രു നേതാക്കളോട് തൽക്കാലം കോംപ്ലിമെന്റ്സ് ആകാനാണ് പോലും ചാണ്ടി സാറിൻ്റെ തീരുമാനം. അത് എൻ്റെ തീരുമാനം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. ഞാൻ ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്കും ഇല്ല എന്നുള്ളത്. പാർട്ടി നേതൃത്വത്തെ അംഗീകരിക്കുകയും പാർട്ടി നേതൃത്വത്തിൻ്റെ അനുമതി തേടുകയും ചെയ്തിട്ടുള്ള. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് സൗകര്യം ഉണ്ട സമയത്ത് അത് നിശ്ചയമായിട്ടും പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ മറ്റാവശ്യത്തിന് വേണ്ടി പോയതുകൊണ്ട് പങ്കെടുത്തിട്ടില്ല. ഇനിയും മീറ്റിംഗ് വെക്കുന്ന ദിവസം ഞാൻ പങ്കെടുക്കും. കൂടിക്കാഴ്ചയിൽ രാഹുൽജി ചാണ്ടി സാറിന് എന്തെങ്കിലും പോംവഴി പറഞ്ഞു കൊടുക്കുകയാണോ അല്ല പേടിപ്പിച്ച് വിടുകയാണോ ചെയ്തതെന്ന് ഒരു പിടുത്തവുമില്ല. ഏതാണ്ട് ഇതുപോലെ ആവാനാണ് സാധ്യത. ഇനി PC-യുടെ ട്രെയിൻ തടയൽ സമരമാണ്. മോദിജിയെ പേടിപ്പിക്കാൻ അങ്ങ് പൂഞ്ഞാറിൽ നിന്ന് എറണാകുളത്തേക്ക് PC ആളുകളെയും വിളിച്ച് വന്നിരിക്കുകയാണ്. മോദിജി ശരിക്കും പേടിച്ചിട്ടുണ്ടാവണം. പൂഞ്ഞാർ നാട്ടുരാജ്യത്ത് നിന്നും എറണാകുളത്ത് വന്ന് ട്രെയിൻ തടയാൻ ഇത്രയും അധികം പ്രജകളെ PC എവിടെ നിന്നും സംഘടിപ്പിച്ചു എന്നത് ഒരു പ്രഹേളികയായി തുടരുകയാണ്. ബാങ്കിലെ പണമെല്ലാം കോർപ്പറേറ്റ് കള്ളപ്പണക്കാരും വാരിക്കോരി കൊണ്ടുപോയി. വിശ്വസിക്കാൻ പറ്റുമോ? മോഡിക്ക് 8.5 ലക്ഷം കോടി രൂപ കിട്ടാക്കടമാണ്. നിങ്ങൾ മിണ്ടാതെ കേൾക്കണം, ബഹളം വെക്കല്ലേ. നമ്മുടെ ഈ സമരം മോഡിയുടെ രാഷ്ട്രത്തിനും അഹങ്കാരത്തിനും തന്ത്രമാണിത്വത്തിനും കേരളത്തിലുള്ള അവഗണനയ്ക്കെതിരെ മാത്രമല്ല. ഇവിടെ പ്രതിപക്ഷ കക്ഷികളുണ്ട്. പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കിയിരിക്കുന്നു. ഇനി അറസ്റ്റ് വരിക്കലാണ്. അതിന് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. എന്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം പുറകോട്ട് പോകും. എല്ലാവരും പുറകോട്ട് പോകും. എന്റെ മുമ്പിലിരിക്കുന്നതെല്ലാം പുറകോട്ട് പോകും. പുറകോട്ട് പോകാൻ എല്ലാവരും. ഞാനിവിടെ ഇരിക്കാൻ പോവാണ്, സമരം ചെയ്ത് ഇരിക്കാൻ പോവാണ്, തറയിടിക്കാൻ പോവാണ്. PC പൂഞ്ഞാറിലെ നാട്ടുരാജാവല്ലെന്ന് ആരാണ് പറഞ്ഞത്? പ്രജാക്ഷേമ തൽപരനായ ഈ രാജാവ് സമരത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ബിരിയാണി സെറ്റപ്പാക്കിയിട്ടുണ്ട്. ബിരിയാണി വാങ്ങിക്കാനായിരുന്നു അണികളുടെ പിന്നത്തെ സമരം.